നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എമ്പുരാൻ സിനിമയില് വില്ലൻ ആരാണെന്നുള്ളത്. പലരും ഇപ്പോഴും കരുതുന്നത് എമ്പുരാന്റെ വില്ലൻ ഫഹദ് ഫാസിലാണെന്ന്. എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞു ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയിൽ ഇല്ലെന്ന്. ചിലപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചു എന്ന് കരുതി പൃഥ്വിരാജ് ഇത് തമാശയ്ക്ക് പറഞ്ഞതുമാവാം. ഇല്ല എന്ന് പറഞ്ഞ് ആളുകൾ തിയേറ്ററിൽ പോകുന്നു. പെട്ടെന്ന് കാണുമ്പോൾ ഒരു സർപ്രൈസ് ആകും. ബാക്ക് സൈഡ് നോക്കിയാൽ ഫഹദ് ഫാസിലുമായി നന്നായി മാച്ച് ആവുന്നുണ്ട്. മാത്രവുമല്ല പ്രൊമോഷൻ ടൈമിൽ തന്നെ ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോസും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഫഹദ് ഫാസിലിനെ എങ്ങനെ ഈ ഒരു സിനിമയിൽ കണക്ട് ചെയ്യും? ഓടിപ്പോയാൽ ബോബി എന്ന വില്ലന് ഒരുപക്ഷെ ഒരു ഡ്രഗ് ഡീലിംഗ് പാർട്ട്ണർ ഉണ്ടാവാം. ബോബിയെ പെട്ടെന്ന് കൊന്നു കളഞ്ഞപ്പോൾ റിവെഞ്ചിന് വേണ്ടി വേണമെങ്കിൽ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയാണ് വിക്രം സിനിമയിലും വരാൻ പോകുന്ന ജയിലർ സിനിമയിലും വലിയ വില്ലന്മാര് വരുന്നത്. ഡ്രാഗൺ സ്യൂട്ട് ഏതൊരു വില്ലനും ഇടാവുന്നതേ ഉള്ളൂ. കാരണം ഇത് യാക്കൂസ വില്ലനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല പൊതുവെ യാക്കൂസയെ കാണിക്കുമ്പോൾ ഡ്രാഗൺ അടക്കം പല സിംബൽസ് ഉണ്ടെങ്കിലും ഒരു സിംഗിൾ ഡ്രാഗൺ മാത്രമായി അങ്ങനെ വരാറില്ല. ഡോൺലിയുടെ ഗ്യാങ്സ്റ്റർ ബോബ് ഡേവിഡ് സിനിമയിൽ ഡോൺലി ഒരു യാക്കൂസ വില്ലൻ അല്ലെങ്കിലും ഈ ഒരു ടാറ്റൂസ് യാക്കൂസയിൽ നിന്ന് ഇൻസ്പയർ ആയത്. ഏകദേശം ഇങ്ങനെയുള്ള ഒരു വലിയ സിംബലാണ് യാക്കൂസ ഗ്യാങ്. സിംഗിൾ ഡ്രാഗൺ മെയിനായി യൂസ് ചെയ്യുന്നത് ചൈനീസ് ഗ്യാങ്സ്റ്റർ ആണ്. ഡ്രാഗൺ എന്നത് ചൈനയുടെ ഒരു ഐക്കോണിക് സിംബലാണ്. വേണമെങ്കിൽ ചൈനയിൽ ഡ്രഗ് ഡീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിലാണെങ്കിൽ തന്നെ ഈ ഒരു ഡ്രസ് ഇടാവുന്നതേ ഉള്ളൂ. പക്ഷേ മറ്റു ചിലർ പറയുന്നത് ടോവിനോ ആണെന്നാണ്. 90% ടോവിനോ ഒരു വില്ലൻ ആകാൻ ചാൻസ് ഉണ്ട്. ടോവിനോ ആരായിരുന്നു എന്നും എന്ത് ചെയ്യുകയായിരുന്നു എന്നും ഒരു ബാക്ക് സ്റ്റോറി കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ ടോവിനോയെ ഡ്രഗ് ഡീലിംഗ് ബിസിനസ് ഉള്ള ചൈനയിൽ ബിസിനസ് ഉള്ള ഒരു വില്ലൻ ആക്കാം. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ക്യാരക്ടർ വീഡിയോയിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു അബ്രാം ഖുറേഷിയേക്കാൾ ഒരു പക്ഷേ വലിയൊരു ഗ്യാങ് ഉണ്ടാകാമെന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വില്ലന്റെ ടീം വലിയൊരു ടീമാണെന്ന്. അങ്ങനെ ഒരു ടീമാണെങ്കിൽ പുറത്തു നിന്ന് വരണം. ഇവരാണ് വരുന്നതെങ്കിൽ അബ്രാം ഖുറേഷിയേക്കാൾ വലിയ ടീമായി ഒട്ടും മാച്ച് ആവില്ല. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് 90% ടോവിനോ വില്ലനാണെന്നാണ് തോന്നുന്നത്. കാരണം അകത്തുണ്ടായിരുന്ന മെയിൻ വില്ലൻ ബോബി ഓൾറെഡി ഡെഡായി. ഇവര് വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നടത്തില്ല. ഇവർക്ക് ലീഡറായി അകത്തൊരു വലിയ വില്ലൻ വേണം. ടോവിനോ വില്ലനായിരിക്കാം. ഇവർ തമ്മിൽ ടീമാകാം. എന്നിട്ടായിരിക്കാം ഈ ഒരു ഗുണ്ടാ വില്ലനെ വിളിക്കുന്നത്. അങ്ങനെ ഇവർ ഇവിടെ പ്രശ്നമുണ്ടാക്കാം. ലാലേട്ടന്റെ ക്യാരക്ടറിന് ഓൾറെഡി അവിടെ എരുക്ക ബോണിയുടെ കബൂക വില്ലൻ ഉണ്ടാകാം. പോരാത്തതിന് ആർമിയും പുറകെയും. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ടഫ് ഗെയിമായി. അബ്രാം ഖുറേഷി എന്ന ഈ ഒരു ക്യാരക്ടറിന് എന്തായാലും ഒരു വില്ലനല്ല. ഇങ്ങനെയാണെങ്കിൽ ടഫായി. അബ്രാം ഖുറേഷിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയില്ല. ഇവരാരും തിരിച്ചു വരില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കാം ഈ ഒരു വില്ലന്റെ ഫ്രണ്ട് ഖുറേഷി അബ്രാം വരുന്നത്. ഇങ്ങനെ ഒരു മാസ് എൻട്രി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഒരു മാസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ഒരു വില്ലൻ റോളക്സ് പോലെ ഈ ഒരു വില്ലന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് വരുന്ന വില്ലനായിരിക്കും. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കും. ഈ ഒരു വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാരും ഗസ് ചെയ്തതുപോലെ ഡെക്യൂണുമായി നല്ലൊരു മാച്ചിങ് ഉണ്ട്. ടോണി എന്നാണെന്ന് പലർക്കും ഡൗട്ടും ഉണ്ട്. അതുപോലെ ഡോൺലിയും. ഇത് രണ്ടും ചിന്തിക്കേ വേണം. ഇതിനു മുമ്പും ബോളിവുഡ് സിനിമകളിൽ പുറത്തു നിന്ന് വലിയ വലിയ നടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. വിൽ സ്മിത്ത് വന്നിട്ടുണ്ട്, സിൽവസ്റ്റർ സ്റ്റലോൺ വരെ വന്നിട്ടുണ്ട്. പക്ഷേ കാമിയോ ആണെങ്കിലും ഇതിനൊക്കെ വീടിന്റെ ആധാരം വരെയും പ്രൊഡ്യൂസർ കൊടുത്തിട്ടുമുണ്ട്. ഡെക്യൂണെ വേണമെങ്കിൽ കൊണ്ടുവരാം. ഡെക്യൂൺ ഒരു ഹൈ പെയ്ഡ് ആക്ടർ അല്ല. ഇനി പലരും ശ്രദ്ധിക്കാത്തൊരു നടനുണ്ട്. ആ ഒരു നടനാണ് കബാലി സിനിമയിലെ വില്ലനായ വിൻസ്റ്റൺ ചാവോ. ഇദ്ദേഹത്തിന്റെ ഷേപ്പിൽ ആ ഒരു ഫോട്ടോസ് നല്ല മാച്ചിങ് ഉണ്ട്. മാത്രവുമല്ല ഇദ്ദേഹം ഡെക്യൂണേക്കാൾ വലിയ നടനാണ്. തായ്വാൻ സിനിമകളിലും ചൈനീസ് സിനിമകളിലും ഹോളിവുഡ് സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ജാക്കി ചാന്റെ ഒപ്പം 9011 എന്ന സിനിമയിലും ടിപ്പ് ട്രൈസ് എന്ന സിനിമയിലുമുണ്ട്. എമ്പുരാൻ സിനിമയിൽ ലാലേട്ടന്റെ ക്യാരക്ടറിന് ഒരു പയ്യൻ ഗ്യാങ്സ്റ്ററിനേക്കാൾ കൂടുതൽ മാച്ച് ആവുക അല്പം മെച്ചൂറായ ഇങ്ങനെയുള്ള ഗ്യാങ്സ്റ്റേഴ്സ് ആയിരിക്കാം. എന്തായാലും അബ്രാം ഖുറേഷിയേക്കാൾ വലുതാവണമെങ്കിൽ വർഷങ്ങളായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗ്യാങ്സ്റ്റർ ആയിരിക്കും. രണ്ടുപേരും മാച്ചിങ് ആവുന്നു. ചിലപ്പോൾ റിക്യൂൺ ആയിരിക്കാം. ബ്രേക്കിംഗ് ബാഡിലെ നടനാവാൻ ചാൻസ് കുറവാണ്. ഇദ്ദേഹം നല്ല സൈസ് ഉണ്ട്. ഇത് കണ്ടിട്ടും ഇപ്പോഴും ഡോൺലി ആണെന്ന് പറയുന്നവരും. ഡോൺലിയുടെ സൈസ് നോക്കിയാൽ ഏകദേശം ലാലേട്ടന്റെ അത്രയും പേര്. ഇനി എമ്പുരാനിൽ ഡോൺലി ഉണ്ടായിരുന്നെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുക. ഈ പോസ്റ്റർ തന്നെ മതിയോ നോർത്തിനെ വരെ പിടിക്കുക. ഡോൺലിയെ കൊണ്ടുവന്നാൽ ചില പോസിറ്റീവും ചില നെഗറ്റീവും ഉണ്ട്. ഈ ഒരു സിനിമയിൽ ഇല്ലെങ്കിലും അഥവാ കൊണ്ടുവന്നാൽ ചില പ്രശ്നമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലടക്കം വേൾഡ് വൈഡായി വളരെ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് ഡോൺലി. ഡോൺലി ഒരു സൗത്ത് കൊറിയൻ ആക്ടറാണ്. എമ്പുരാൻ സിനിമയിൽ വേണ്ടത് ഒരു ഗ്യാങ്സ്റ്റർ വില്ലനെയാണ്. യാക്കൂസ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്യാങ്സ്റ്റർ വില്ലൻ. നായകന്റെ ഒപ്പം തന്നെ പവർ ഉള്ള ഒരു വില്ലൻ. ഇതിനു വേണ്ടി ഒരു പക്ഷേ സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ബോഡി കൊണ്ടും
സ്വാബ് കൊണ്ടും അങ്ങനെ എല്ലാം കൊണ്ടും മാച്ചാവുന്ന ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും ഡോൺലി. ഇദ്ദേഹത്തിന്റെ ചില ബോഡി ലാംഗ്വേജും ചില എക്സ്പ്രഷൻസും നമ്മുടെ ഒറിജിനൽ ലാലേട്ടനുമായി ചെറുതായി മാച്ചാവുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ കൊറിയൻ ലാലേട്ടൻ എന്നും ഇവിടെ പലരും വിളിക്കുന്നുണ്ട്. ട്രെയിൻ ടു ബുസാൻ, ഗ്യാങ്സ്റ്റർ, കോപ്പ് ഡേവിൽ, റൗണ്ട് അപ്പ് തുടങ്ങിയ സിനിമകളല്ല ഇദ്ദേഹത്തെ വേൾഡ് വൈഡ് ഫാൻസ് ഉണ്ടാക്കി. ഇദ്ദേഹം ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആണ്. ഫൈറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗ്യാങ്സ്റ്റർ, കോപ്പ് ഡേവിൽ എന്ന സിനിമയിൽ നമുക്കറിയാം ഇദ്ദേഹം ഓൾറെഡി വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ഐക്കോണിക് ഗ്യാങ്സ്റ്ററായി അഭിനയിച്ചിട്ടുണ്ട്. പോരാട്ടത്തിന് യാക്കൂസ ഗ്രൂപ്പിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഈ ഒരു ക്യാരക്ടറെ ഉണ്ടാക്കിയത്. ഡോൺലി എമ്പുരാൻ സിനിമയിൽ വന്നാൽ അതും നായകന്റെ പോലെ മറ്റൊരു ഗ്യാങ്സ്റ്ററായി, അതും നായകന്റെ ഒപ്പം തന്നെ പവർ ഉള്ള ഒരു ഗ്യാങ്സ്റ്റർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സിനിമയിലെ നായകൻ ക്യാരക്ടറായ അബ്രാം ഖുറോഷി എന്ന ക്യാരക്ടറിന് വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. സ്ക്രീൻ പ്രസൻസിന്റെ കാര്യത്തിൽ ലാലേട്ടനെ വെട്ടിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. എങ്കിലും എമ്പുരാൻ സിനിമയിലേക്ക് വരുമ്പോൾ നായകനും വില്ലനും ഗ്യാങ്സ്റ്റർ ക്യാരക്ടേഴ്സ് ആയിരിക്കുമെങ്കിലും ഡോൺലി ഓൾറെഡി ഒരു ഐക്കോണിക് ഗ്യാങ്സ്റ്ററെ ചെയ്തുകൊണ്ട് തന്നെ ക്യാരക്ടർ വൈസിൽ ഡോൺലിക്ക് ഒരുപക്ഷെ ഗ്യാങ്സ്റ്റർ ക്യാരക്ടറിൽ നായകനെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞേക്കും. അങ്ങനെ സംഭവിച്ചാൽ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് ആ ഒരു ക്യാരക്ടറായി മാറും. സിനിമയ്ക്ക് വളരെ കളക്ഷനും ഫാൻ ബേസും ഉണ്ടാകുമെങ്കിൽ നായകൻ ക്യാരക്ടറെ ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇവിടെ വെറുതെയാവും. ഇനി ഡോൺലിയെ കൊണ്ടുവന്ന് അധികം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അങ്ങനത്തെ ക്യാരക്ടർ ആണെങ്കിൽ അതും പ്രശ്നമാണ്. ഡോൺലിയെ കൊണ്ടുവന്ന് കോമഡി പീസാക്കിയെന്ന് പറയും. ഇതുകൊണ്ട് തന്നെ ഡോൺലി പോലുള്ള ഇത്തരം നടന്മാരെ കൊണ്ടുവരികയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും നായകനും വില്ലനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അത്രയും മികച്ച ഡയറക്ഷൻ ആയിരിക്കും. പ്രഭാസ് നായകനാവുന്ന സന്ദീപ് റെഡ്ഡി വാങ്ക ഡയറക്ട് ചെയ്യുന്ന സ്പിരിറ്റ് എന്ന സിനിമയിലാണ് ഡോൺലി ഏകദേശം കൺഫേം ആയിട്ടുള്ളൂ. ഡോൺലി അടുത്ത കാലത്ത് പ്രഭാസിന്റെ സലാർ 2ന്റെ പോസ്റ്റർ സ്റ്റോറി ഇട്ടിരുന്നു. ഈ സലാർ 2ൽ ഡോൺലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചാൻസ് ഇല്ല. കേട്ടടുത്തോളം സ്പിരിറ്റ് സിനിമയുടെ പ്രൊഡക്ഷൻ ടീം ഡോൺലിയുമായി ഡിസ്കഷൻ നടത്തിയെന്നും ഡോൺലിയിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്റെ വിഷ് അറിയിക്കാൻ വേണ്ടിയാണ് പ്രഭാസിന്റെ സലാറിന്റെ പോസ്റ്റർ ഡോൺലി സ്റ്റോറി ഇട്ടത്. സലാർ എന്ന സിനിമ ഡോൺലി കണ്ടു എന്നാണ് നിലവിൽ പറയുന്നത്. സലാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡോൺലി പ്രഭാസിനൊപ്പം പൃഥ്വിരാജിനെയും കണ്ടിട്ടുണ്ട്. എന്തൊക്കെയായാലും എമ്പുരാൻ സിനിമയിലെ വില്ലൻ ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. മറ്റൊരു കാര്യമാണ് ബോളിവുഡിലെ അത്യാവശ്യം ഫേമസ് റോളുകൾ ചെയ്തിട്ടുള്ള ജെറോമി ഫ്ലിന്നും ഈ ഒരു സിനിമയിലും വേൾഡ് ഫേമസ് ആയ ഗെയിം ഓഫ് ത്രോൺസ് സീരീസിൽ ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു ഇദ്ദേഹം. മാത്രവുമല്ല വേൾഡ് ഫേമസ് ആക്ഷൻ ഫ്രാഞ്ചൈസ് ആയ ജോൺ വിക്കിലും ഇദ്ദേഹമുണ്ട്. ഇദ്ദേഹം ഈ ഒരു സിനിമയിൽ ബോറിസ് എന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഇതിനു മുമ്പ് ടോണി ലാലേട്ടനെ പറ്റി പറയുന്നു എന്ന പേര് ഒരു ഇന്റർവ്യൂ വൈറലായിട്ടു. കൊറിയൻ ഭാഷയിലായിരുന്നു ഇന്റർവ്യൂ. താഴെ സബ്ടൈറ്റിൽ കാണിക്കും. തനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെ ചോദിച്ചപ്പോൾ ടോയി മിൻസിക് എന്നും മോഹൻലാൽ സാർ എന്നും ഡോൺലി പറഞ്ഞതായി പറയും. ഇതിന്റെ ഭാഷ കൊറിയനാണ്. നമ്മൾ കാണുന്നത് സബ്ടൈറ്റിൽ മാത്രമാണ്. ഇവിടെ നമുക്ക് ഡോൺലി, മോഹൻലാൽ, മോഹൻ സാർ എന്നൊക്കെ പറയുന്നത് കാണാം. ഇതൊരു 3 കൊല്ലം മുമ്പ് വൈറലായ വീഡിയോയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഡോൺലിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെ പറ്റിയാണ് ചോദിച്ചത്. ഡോൺലി പറയുന്ന ഓരോ ഡിഷസിന്റെ പേരാണ്. താഴെ കാണിക്കുന്നത് ഒരു ഫേക്ക് സബ്ടൈറ്റിലാണ്. പലരും കരുതിയത് ഡോൺലി ലാലേട്ടനെ പറ്റി പറയുകയാണെന്ന്. ഇതൊരു 3 കൊല്ലം മുമ്പ് വൈറലായ ഒരു വീഡിയോയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി കമന്റ് ചെയ്യാം. എന്തൊക്കെയായാലും ഡോൺലിയെ നമുക്ക് അടുത്ത് തന്നെ ഇന്ത്യൻ സിനിമയിൽ കാണാം. എന്ത് തന്നെയായാലും നിലവിലുള്ള എമ്പുരാൻ കാസ്റ്റിംഗ് വളരെ മാസ് തന്നെയാണ്. ജെറോമി ഫ്ലിൻ, എറിക് കബോണി, ഇനി റിക്യൂൺ ഉണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ആദ്യമായി അഭിനയിക്കുന്ന ഇന്ത്യൻ പടം അത് നമ്മുടെ എമ്പുരാനായിരിക്കും.